ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പ്രിയാസ് ലേണിംഗ് സ്ക്വയർ. ഇന്ന് ഞാൻ 7ാം ക്ലാസ്സിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പഠിച്ച, അതായത് 7ാമത്തെ ചാപ്റ്ററിൻ്റെ ബാക്കി പ്രവർത്തനങ്ങളാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ബാക്കി പ്രവർത്തനങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇൻട്രൊഡക്ഷനായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, ചില റൂൾസ് പഠിപ്പിക്കാനുണ്ട്. അതിനുശേഷമായിരിക്കും അതുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ് ഞാൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരെയും ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഞാനിവിടെ നിങ്ങൾക്ക് റൂൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എക്സാമ്പിളിലൂടെ അതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ റൂള്. ഏത് സംഖ്യയോടും ഒരു വലിയ സംഖ്യ കൂട്ടി ഒരു ചെറിയ സംഖ്യ കുറച്ചാലും വലുതിൽ നിന്ന് ചെറുത് കുറച്ചത് കൂട്ടിയാലും ഒരേ സംഖ്യ തന്നെ കിട്ടും. ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് അതൊന്നും മനസ്സിലാവാത്തൊരവസ്ഥയായിരിക്കും. പക്ഷെ ഞാനൊരു എക്സാമ്പിൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ഇത് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിൽ ആൻസർ വന്നിട്ടുണ്ടാവും. പക്ഷെ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന റൂള് നമുക്ക് ബീജഗണിതം ഉപയോഗിച്ച് അല്ലെങ്കിൽ ആൾജിബ്ര യൂസ് ചെയ്ത് നമുക്ക് എഴുതണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു എക്സാമ്പിൾ ഞാൻ എടുത്തിട്ടുള്ളത്. ഓക്കെ, നോക്കിയേ. ക്ലാസ് തുടങ്ങിയപ്പോൾ 38 കുട്ടികൾ ക്ലാസ്സിലുണ്ടായിരുന്നു. 5 കുട്ടികൾ വൈകിയാണ് എത്തിയത്. 3 കുട്ടികൾ ക്ലബ്ബ് മീറ്റിങ്ങിന് പോയി. ബാക്കി അപ്പോൾ എത്ര പേരുണ്ടാകും? അപ്പൊ ഇത് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിന്റെ ആൻസർ മനസ്സിൽ കിട്ടിയിട്ടുണ്ടാവും അല്ലെ? അതായത് ഒരു ക്ലാസ് തുടങ്ങിയപ്പോൾ ആ ക്ലാസ്സിൽ 38 പേരാണ് ഉണ്ടായിരുന്നത്. 38 പേർ. പിന്നെ എന്ത് സംഭവിച്ചു? 5 കുട്ടികൾ വൈകിട്ടാണ് എത്തിയത്. അപ്പൊ അതിനോട് 5 കൂട്ടി. അപ്പൊ 38 5 എത്രയാ? 43 പേരായി അല്ലെ? ഇനി എന്ത് ചെയ്യുന്നു? അതിൽ നിന്ന് 3 കുട്ടികൾ ഏതോ ഒരു ക്ലബിന്റെ മീറ്റിങ്ങിന് പോയി. അപ്പൊ 43-ൽ നിന്ന് 3 കുറച്ചു. എത്ര വരും? അപ്പൊ ഇപ്പൊ നിലവിൽ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട്? 40. അപ്പം ഇവിടെ ഞാൻ ഒരു കാര്യം ചെയ്യാനാ പോകുന്നത്. നോക്ക്, ഇവിടെ 5 കൂട്ടി പിന്നീട് 3 കുറച്ചു. അങ്ങനെ ചെയ്തത്? ഒരു സംഖ്യ കൂട്ടി പിന്നെ മറ്റൊരു സംഖ്യ കുറച്ചു. ഞാൻ എന്ത് ചെയ്യുന്നു? ആദ്യം ഈ അതായത് കൂട്ടിയ സംഖ്യയിൽ നിന്ന് ഈ രണ്ടാമത് നമ്മൾ കുറച്ചില്ലേ ഒരു സംഖ്യ, അത് കുറക്കുന്നു. അപ്പൊ 5-ൽ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? ആദ്യം 3 കുറച്ചു. 5-ൽ നിന്ന് 3 കുറച്ചാൽ എത്രയാ? 2 വരും അല്ലേ? ഇനി എന്ത് ചെയ്യുന്നു? ആദ്യം എത്ര കുട്ടികളാ ക്ലാസ്സിൽ ഉണ്ടായത്? 38 പേരാണല്ലോ. ഈ സംഖ്യ അതിനോട് കൂട്ടുന്നു. 38 കൂട്ടണ 2 എത്ര വരുക? 40. അതായത് ആദ്യം 5 പേര് വന്നു, 3 പേര് പോയി. അപ്പൊ 5 പേര് വന്നിട്ട് 3 പേര് പോയപ്പോ നിലവിലാടെ എത്ര പേരേ ഉള്ളൂ? 2. അപ്പൊ മുമ്പ് എത്ര കുട്ടികൾ ഉണ്ടായിരുന്നു? 38 കുട്ടികൾ. അതിന്റെ കൂടെ 2 കൂടി വന്ന് ചേർന്നപ്പോ മൊത്തം 40. ഇവിടെ കിട്ടിയ ഉത്തരവും ഇവിടെ കിട്ടിയ ഉത്തരവും ഒന്ന് തന്നെയല്ലേ? അപ്പൊ ഇതിൽ നിന്നാണ് ഈ റൂൾ ഉണ്ടാക്കിയിട്ടുള്ളത്. എന്താ നോക്കിയേ? ഏത് സംഖ്യയോടും ഒരു വലിയ സംഖ്യ കൂട്ടി ഒരു ചെറിയ സംഖ്യ കുറച്ചാലും, അതായത് ഇതിനോട് 5 എന്ന് പറയും. ഇപ്പൊ ഈ 2 സംഖ്യകളും വെച്ച് നോക്കുവാണെങ്കിൽ വലുതാര? 5 അല്ലേ? വലിയ സംഖ്യ കൂട്ടിയിട്ട് ചെറിയ സംഖ്യ കുറച്ചു. അതാണ് ഇവിടെ പറഞ്ഞത്. കുറച്ചാലും ഇങ്ങനെ ചെയ്താൽ കിട്ടുന്ന ഉത്തരവും, പിന്നെയോ വലുതിൽ നിന്ന് ചെറുത് കുറച്ചത്, ഇത് ഈ സംഖ്യയിൽ നിന്ന് ഇത് കുറച്ചത് കൂട്ടിയാലും ഒരേ സംഖ്യ തന്നെയാ കിട്ടുക. ഈ ചെറുത് കുറച്ചത് ഇതിന്റെ കൂടെ കൂട്ടി, അപ്പോഴും കിട്ടുന്ന ഉത്തരം എത്ര തന്നെയാ? 40 അല്ലേ? ഇവിടെ 2 ഭാഗത്തും 40 അല്ലേ കിട്ടുക? അപ്പൊ ബീജഗണിതം ഉപയോഗിച്ച് നമുക്ക് ഇതിനെ എങ്ങനെ പറയാം? ഇവിടെ നമ്മൾ 3 സംഖ്യകളല്ലേ എടുത്തത്? 38 5 3. ഇതല്ലേ നമ്മുടെ ചോദ്യത്തിൽ ഉണ്ടായ 3 സംഖ്യകള്. അപ്പൊ 3 സംഖ്യകൾ നമുക്ക് എങ്ങനെ എടുക്കാം? എക്സ് വൈ സെറ്റ്. അപ്പൊ എക്സ് വൈ സെറ്റ് എന്നെടുക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ റൂൾ എഴുതാൻ വേണ്ടി ജസ്റ്റ് ഇത് മായ്ക്കുവാണേ. ഇത് മായ്ക്കുവാണ്. ഓക്കെ, അപ്പൊ റൂൾ എങ്ങനെ വരും നോക്കിക്കോ. അതായത് എക്സ് വൈ സെഡ് എന്നീ 3 എണ്ണൽ സംഖ്യകൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ റൂള് പ്രകാരം, പിന്നെ ഇതിനകത്ത് മറ്റൊരു നിബന്ധന കൂടി ഉണ്ട്. വൈ എന്ന് പറയുന്ന സംഖ്യ സെഡിനേക്കാളും വലുതായിരിക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ 5ഉം ഇവിടെ 3ഉം അല്ലെന്ന് കരുത്. ഇവിടെ 3 ഇവിടെ 5ഉം വന്നാൽ ഇവിടെ 3 - 5 എന്ന് വരൂലേ? 3 - 5 നമുക്ക് അവിടെ കണ്ടെത്താൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമുക്ക് നമ്മുടെ റൂളിൽ എന്ത് വരണം? വൈ എപ്പോഴും വലുതായിരിക്കണം. അതായത് കൂട്ടുന്ന സംഖ്യ എപ്പോഴും വലുതായിരിക്കണം. ഓക്കെ, കുറക്കുന്നതായിരിക്കണം ചെറിയത്. അപ്പൊ വൈ ഗ്രേറ്റർ ദാൻ സെഡ്, അതായത് വൈ വലുതാണ് സെഡ്. സെഡിനേക്കാൾ വലുതായിരിക്കണം ആര്? വൈ. അങ്ങനെയെങ്കിൽ നമ്മുടെ റൂൾ പ്രകാരം എന്താ വരുക? നമ്മൾ ആദ്യം എന്താ ചെയ്തത്? എക്സ് എന്ന് പറയുന്നത് ഇത് 38 ആയിരുന്നു നമ്മൾ നേരത്തെ കണക്കില്. ഇത് 5 ആയിരുന്നു, ഇത് 3 ആണ്. ആദ്യം എക്സും വൈയും കൂട്ടിയിട്ട് അതിൽ നിന്ന് സെഡ് കുറച്ചാൽ കിട്ടിയ ആൻസർ ഏതിന് തുല്യമാണ്? അതായത് എക്സിനോട് കൂടി
വൈയിൽ നിന്ന് സെഡ് കുറച്ചത് കൂട്ടിയാൽ കിട്ടുന്നതിന് തുല്യമായിരുന്നില്ലേ? അപ്പൊ നമ്മൾ പഠിച്ചു ഒരു റൂള്. എന്താണ് ആ റൂള്? ബീജഗണിതം ഉപയോഗിച്ച്. ഇതൊക്കെ നിങ്ങൾ ബൈഹാർട്ട് പഠിക്കുന്ന റൂൾസ് ആണ്. പക്ഷെ ഇത് നമ്മൾ സ്റ്റേറ്റ്മെന്റ് ആയി പറയുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും. എക്സാമ്പിൾ വെക്കുമ്പോൾ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ വലിയ വലിയ ക്ലാസ്സിലെത്തുമ്പോൾ റൂൾസ് വെച്ചായിരിക്കും നിങ്ങൾക്ക് കണക്ക് ചെയ്യേണ്ടത്. ഈ സ്റ്റേറ്റ്മെന്റ് ഒന്നും അന്നേരം നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരില്ല, അത് നിങ്ങൾ പറയേണ്ടേ വരില്ല. അപ്പം ഇത് മാത്രം നിങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ മതി. അതായത് എക്സും വൈയും കൂട്ടിയിട്ട് അതിൽ നിന്ന് സെഡ് കുറക്കുന്നതിന് പകരം നമുക്ക് എങ്ങനെയും ചെയ്യാം. എക്സ് പ്ലസ് വൈ മൈനസ് സെഡ് എന്ന് അതിന് തുല്യമാണ്. ഓക്കെ, അങ്ങനെയും ചെയ്യാം. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, വൈ എപ്പോഴും സെഡിനേക്കാളും വലുതായിരിക്കണം. അപ്പൊ ഈ കണ്ടീഷനാണ് ഈ സ്റ്റേറ്റ്മെന്റിലൂടെ നമുക്ക് തരുന്നത്. ഓക്കെ, അപ്പൊ ഇത് വെച്ചിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് ഇനി അടുത്ത് നോക്കാൻ വേണ്ടി പോകുന്നത്. നമുക്ക് ആ ആക്ടിവിറ്റീസിലേക്ക് കടക്കാം. ചോദ്യം നമ്പർ 1, ഇത് പേജ് നമ്പർ 99 ആക്ടിവിറ്റി ആണ്. 136 കൂട്ടണം 29 മൈനസ് 19. ഇതാണല്ലോ നമ്മുടെ ചോദ്യം. അപ്പം നമ്മൾ പഠിച്ച റൂൾ എന്തായിരുന്നു ഇപ്പം? അതായത് 3 സംഖ്യകൾ എടുത്തിട്ട്, അതായത് ഇവിടെ ഒരു സംഖ്യ കൂട്ടിയിട്ട് രണ്ടാമതൊരു സംഖ്യ കുറക്കുന്നത് ഏതിന് തുല്യമാണെന്നാ പറഞ്ഞത്? അതായത് രണ്ടാമത്തെയും മൂന്നാമത്തെയും ആ സംഖ്യകൾ തമ്മിൽ കുറച്ചിട്ട് അതെന്ത് ചെയ്താൽ മതി? ആദ്യ സംഖ്യയോട് അതിന്റെ ഉത്തരം കൂട്ടിയാൽ മതി എന്നല്ലേ നമ്മൾ പഠിച്ച നിയമം. അപ്പൊ നോക്കിയേ, 136ഉം 29ഉം കൂട്ടിയിട്ട് 19 കുറക്കുന്നതാണോ നല്ലത്? നിങ്ങൾക്ക് ഏതാ എളുപ്പം തോന്നുന്നത്? ഇതിൽ നിന്ന് ഇത് കുറച്ച സംഖ്യ കൂട്ടുന്നതാണോ? കുറച്ചുകൂടി എളുപ്പം ഏതാ? 29ൽ നിന്ന് 19 കുറച്ചിട്ട് അത് കൂട്ടുന്നതല്ലേ? അതായത് ഈ റൂള് നമുക്ക് മറ്റൊരു രീതിയിൽ ഉപയോഗിക്കാം. അതിനു വേണ്ടിയിട്ടാണ് ഈ ചോദ്യം തന്നിട്ടുള്ളത്. അതായത് എ പ്ലസ് ബി മൈനസ് സി എന്ന് പറയുന്നത് നമുക്ക് എന്തും ചെയ്യാം. എ പ്ലസ് ബി മൈനസ് സി എന്ന് പറഞ്ഞിട്ട് ചെയ്യാം. അതല്ലേ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? 136നെ അവിടെ വെക്കുന്നു. ഓക്കെ, 136 പ്ലസ് 136 പ്ലസ്, അതായത് 136ഓട് 29 കൂട്ടി പിന്നെ 19 കുറക്കുന്നത് ഏതിന് തുല്യമാണ്? അതായത് 29ൽ നിന്ന് ആദ്യം 19 കുറക്കുക. 29ൽ നിന്ന് 19 കുറച്ചിട്ട് അത് കൂട്ടുന്നതിന് തുല്യമാണ്. അപ്പൊ നോക്കിയേ, 29ൽ നിന്ന് 19 കുറച്ചാൽ എത്രയാ വരുന്നത്? 29ന്റെ അകത്ത് 19 കുറച്ചാൽ നമുക്ക് 10 കിട്ടും അല്ലേ? ഇനി 136ഓട് 10 കൂട്ടിക്കഴിഞ്ഞാൽ എത്ര വരും? 146. ഇതാണ് നമ്മുടെ ഉത്തരം. ഓക്കെ, അപ്പൊ എ പ്ലസ് ബി മൈനസ് സി എന്തിന് തുല്യമാണ്? എ പ്ലസ് ബി മൈനസ് സിക്ക് തുല്യമാണ്. ആ നിയമം ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്തു. ഇനി അടുത്തത് നോക്കിയേ, അതേപോലെ തന്നെ ഇത് രണ്ടും കൂട്ടിയിട്ട് ഇത് കുറക്കുന്നതാണോ, അല്ലെങ്കിൽ ഇത് തമ്മിൽ കുറച്ചിട്ട് അതിന്റെ ആൻസർ ഇതിനോട് കൂട്ടുന്നതാണോ നല്ലത്? ഇവിടെ ചെയ്ത പോലെ തന്നെയല്ലേ നമുക്ക് നല്ലത്. നമുക്ക് ജസ്റ്റ് ഇതിനെ ബ്രാക്കറ്റിനൊന്ന് മാറ്റിയിരുന്നു. 3.5 പ്ലസ് 5.25 മൈനസ് 2.25 എന്ത് ചെയ്യുന്നു? 5.25 നിന്ന് 2.25 കുറക്കുന്നു. മൈനസ് 2.25. ഇനി കുറച്ചിട്ട് എഴുതുന്നു. അപ്പൊ 3.5 പ്ലസ് 5.25 നിന്ന് 2.25 കുറക്കുക. എത്ര വരുക? 5ൽ നിന്ന് 2 കുറച്ചാൽ 3 ആണല്ലോ. 3/4 നിന്ന് 4 കുറച്ചാൽ എത്രയാ? അര. അപ്പൊ എത്ര വരും? 3.5 അല്ലെ? 3.5. ഇത് ഇങ്ങനെ കാണുമ്പോൾ ചിലർക്ക് സംശയം തോന്നുന്നുണ്ടാവും. സാധാരണ നിങ്ങൾ ക്ലാസ്സിൽ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ 1/4 നിങ്ങൾ പെട്ടെന്ന് കൂട്ടുന്നില്ലേ? 1/4 മാർക്കും 1/2 മാർക്കും 3/4 മാർക്കെല്ലാം കൂട്ടുന്നില്ലേ? ആ ഒരു രീതിയിൽ നിങ്ങൾ ഇത് കൂട്ടി നോക്കിയാൽ മതി. അല്ലാണ്ട് ഇത് ഭിന്നത്തിനെ നമ്മൾ മിശ്ര ഭിന്നാക്കി, അതിനെ പിന്നെ സാധാരണ ഭിന്നാക്കി അങ്ങനെയൊന്നും ചെയ്യാൻ നിൽക്കണ്ട. 5ൽ നിന്ന് 2 കുറക്കുമ്പോൾ 3 കിട്ടി. പിന്നെ 3/4 നിന്ന് 1/4 കുറച്ചാൽ എത്ര വരും? അതായത് 1/2 അല്ലെങ്കിൽ അര കിട്ടും. 3/4 നിന്ന് 4 കുറച്ച് അര. അങ്ങനെയാണ് 3.5 വന്നത്. ഇനി നമുക്ക് കൂട്ടിക്കൂടെ? 3.5യും 3.5യും കൂടി കൂട്ടിയാൽ എത്ര വരും? 7 വരും അല്ലെ? 3ഉം 3ഉം കൂടി കൂട്ടിയാൽ 6. അരയും അരയും കൂടി കൂട്ടിയാൽ 1. അപ്പം 6 1 7 വരും. ഓക്കെ, അടുത്ത നോക്കൂ. അടുത്ത ചോദ്യം. ഇവിടെ നമ്മൾ എ പ്ലസ് ബി മൈനസ് സിക്ക് പകരം നമുക്ക് എന്ത് ചെയ്താ? എ പ്ലസ് ബി മൈനസ് സി എടുക്കാം അല്ലെ? അപ്പൊ 298നെ അവിടെ വെച്ചു. ബാക്കി ആരെ ഞാൻ ബ്രാക്കറ്റിനുള്ളിലേക്ക് എടുക്കുന്നു? 14.5 കുറക്കണം 12.5 ബ്രാക്കറ്റിനകത്തായിരുന്നു. 14.5 കുറക്കണം 12.5. ഓക്കെ, സമം 298 അവിടെയുണ്ട്. ഇനി 14.5ൽ നിന്ന് 12.5 കുറക്കുക. അത് കുറക്കാൻ ചിലർക്ക് സംശയം ഉണ്ടാകും. ഞാൻ ഇവിടെ കുറക്കാം. 14.5 കുറക്കണം 12.5. ഇനി സംശയം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ്. 5ൽ നിന്ന് 5 കുറച്ചാൽ 0. 4ന്റെ പോയിന്റ് അതുപോലെ താഴ്ത്തിയിട്ടു.
4ൻ്റെ അകത്ത് 2 കുറച്ചാൽ 2, 1ൽ നിന്ന് കുറച്ച് 0, 2.0 എന്ന് വെച്ചാൽ അതിനർത്ഥം 2 തന്നെ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉത്തരം എത്ര കിട്ടിയത്? 2. അപ്പോൾ 298ൻ്റെ കൂടെ 2 കൂട്ടിയാൽ എത്രയാ? 300 അല്ലേ? അപ്പം ഇതാണ് ആൻസർ. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് കടക്കാം. ഇനി 4-മത്തേത് 23 + 35 - 18. അതായത് നമ്മൾ നേരത്തെ ചെയ്തതിൻ്റെ, അതായത് A+B - C അല്ലെങ്കിൽ x+y - z സമം x+y - z അങ്ങനല്ലായിരുന്നോ? ഇവിടെ ആ സമത്തിന് അപ്പുറത്തെ ഭാഗത്തുള്ള രൂപത്തിലാണ് ഇത് തന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുന്നതാണോ കുറച്ചുകൂടി എളുപ്പം, അതോ ഇത് രണ്ടും കൂട്ടിയിട്ട് ഇത് കുറക്കുന്നതാണോ? ഏതാണ് കുറച്ചുകൂടി എളുപ്പം? നോക്കാം. 23 + 35 - 18 ഇതല്ലേ നമ്മുടെ ചോദ്യം. നോക്കൂ, ഞാൻ എന്ത് ചെയ്യുന്നു? 23 + 35 ഞാൻ ആദ്യം കൂട്ടുന്നു. ഓക്കെ, എന്നിട്ട് അതിനകത്ത് 18 കുറച്ചാലും പോരെ അല്ലേ? നമ്മളെ റൂള് പ്രകാരം എന്ത് ചെയ്യാം? കുറച്ചിട്ട് കൂട്ടുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? കൂട്ടിയിട്ടും കുറക്കാം. 2 രീതിയിലും ചെയ്യാം. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? 23 35 തമ്മിൽ കൂട്ടുന്നു. എത്ര വരും? 5ഉം 3ഉം കൂടി കൂട്ടിയാൽ 8, 2ഉം 3ഉം കൂടി കൂട്ടിയാൽ 5, 58 വരില്ലേ? അതിൻ്റെ അകത്ത് 18 കുറക്കുന്നു. 58ൻ്റെ അകത്ത് 18 കുറച്ചാൽ എത്രയാ? 40 വരും അല്ലേ? അപ്പോൾ ഇതാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം. ഇനി അടുത്ത് നോക്കൂ, 65 + 98. 65 + 98 കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നിയതിൽ ആകെ 2 നമ്പേഴ്സ് അല്ലേ ഉള്ളൂ. നമ്മളിപ്പോൾ പഠിച്ച റൂള് 3 നമ്പർ ഉള്ളതല്ലേ എന്ന് തോന്നുന്നുണ്ടാവുമല്ലോ. നമുക്ക് അതിനെ 3 നമ്പർ ആക്കിക്കൂടെ? നോക്കൂ എങ്ങനെ ആക്കുന്നത്. 65 പ്ലസ് ഈ 98നെ നമുക്ക് എങ്ങനെ എഴുതാം? 98നെ ഞാൻ ഇങ്ങനെ എഴുതും ബ്രാക്കറ്റിൽ 100 - 2 അല്ലേ നമ്മളെ 98. 100 - 2 എന്ന് എഴുതി. ഇനി നോക്ക്, ഞാൻ നേരത്തെ പറഞ്ഞു ഇതിൻ്റെ അകത്ത്, അതായത് കുറച്ചിട്ട് കൂട്ടുന്നതും ഇവ രണ്ടും കൂട്ടിയിട്ട് കുറക്കുന്നതും ഒരുപോലെ തന്നെയല്ലേ. അപ്പം 65ഉം 100ഉം തമ്മിൽ ഞാൻ കൂട്ടുന്നു. 65ഉം 100ഉം കൂടി കൂട്ടിയാൽ എത്ര വരുക? 165 വരും. അതിൽ നിന്ന് 2 കുറക്കുന്നല്ലേ എളുപ്പം. എത്ര വരും? 163. ഇതാണ് ഉത്തരം. ഓക്കെ, ആ 2 റൂളും തിരിച്ചും മറിച്ചും നമുക്ക് സംഖ്യകളെ നമുക്ക് കൂട്ടാനുള്ള എളുപ്പത്തിനും കുറക്കാനുള്ള എളുപ്പത്തിനും നമുക്ക് അങ്ങനെ ചെയ്യാം. എങ്ങനെ ചെയ്താലും നമ്മൾ അപ്ലൈ ചെയ്യുന്ന റൂൾ നിങ്ങൾ പഠിച്ചിരിക്കുക. x+y - z ആദ്യം കൂട്ടിയിട്ട് കുറക്കുന്നത് ഏത് തുല്യാണ്? കുറച്ച സംഖ്യകൾ തമ്മിൽ അതിൻ്റെ ആൻസർ ഇപ്പുറത്തെ സംഖ്യയോട് കൂട്ടുന്നതിന് തുല്യമാണ്. ഓക്കെ, പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഇതുപോലെ ഒരു ചോദ്യം തന്നിട്ട് ഇവിടെ നിങ്ങൾ ഏത് റൂൾ അപ്ലൈ ചെയ്യും എന്ന് ചിലപ്പോൾ ചോദിച്ചേക്കാം. അത് ബീജഗണിത രൂപത്തിൽ പറയാനും പറയാം. അപ്പോൾ നിങ്ങൾ ഇതുപോലെ എന്ത് ചെയ്യണം? x, y, z എന്നിവ 3 സംഖ്യകളായിട്ട് എടുത്താൽ ആ റൂൾ എഴുതിയാൽ മാത്രം മതി. ഓക്കെ, എക്സിന് പകരം 65 കൊടുക്കുക, വൈക്ക് പകരം 100 എന്ന് കൊടുക്കുക, സെഡിന് പകരം 2. അങ്ങനെയാണ് അതിൻ്റെ ചോദ്യം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഉണ്ടാവുക. ഇവിടെ നിങ്ങൾ ഉപയോഗിച്ച ബീജഗണിത തത്വം ഏത്? നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ ഈ നിയമം വിശദീകരിച്ച് അവിടെ എഴുതി കൊടുത്താൽ മതി. അപ്പം നിയമം മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടി ബാക്ക് പോയിട്ട് കാണും. ഓക്കെ, അപ്പം എക്സും വൈ ഉപയോഗിച്ചുള്ളത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് പിന്നീട് മനസ്സിൽ ഓർത്തിട്ട് കൃത്യമായ പ്രസ്താവന നിങ്ങൾക്ക് പറയാൻ പറ്റും. അതായത് ഒരു സംഖ്യയോട് മറ്റൊരു സംഖ്യ കൂട്ടി പിന്നീട് മറ്റൊരു സംഖ്യ കുറക്കുന്നതിന് പകരം എന്ത് ചെയ്താലും മതി? സംഖ്യകൾ തമ്മിൽ ആദ്യം കുറച്ചിട്ട് അത് ആദ്യ സംഖ്യയോട് കൂട്ടിയാൽ മതി. അത് കൂട്ടിയാൽ ഒരേ സംഖ്യ തന്നെയാണ് കിട്ടുക. അങ്ങനെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ബീജഗണിത രൂപം എഴുതാനുണ്ടാകും. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് ഏത് റൂള് വരുന്നെന്ന് പഠിച്ചിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു റൂളിലേക്ക് കടക്കാം. അടുത്ത റൂള് നമുക്ക് നോക്കാം. ഏത് സംഖ്യയിൽ നിന്നും ഒരു വലിയ സംഖ്യ കുറച്ച് ഒരു ചെറിയ സംഖ്യ കൂട്ടിയാലും വലുതിൽ നിന്ന് ചെറുത് കുറച്ചാലും ഒരേ സംഖ്യ തന്നെ കിട്ടും. നേരത്തെ പഠിച്ചത് ഫസ്റ്റ് കൂട്ടിയിട്ട് കുറക്കുകയോ ചെയ്തത്. ഇവിടെ എന്താ നോക്കിയേ? ഒരു സംഖ്യയിൽ നിന്നും ഒരു വലിയ സംഖ്യ കുറച്ച് ഒരു ചെറിയ സംഖ്യ കൂട്ടി. നേരത്തെ നമ്മൾ ചെയ്തത് ഒരു വലിയ സംഖ്യ കൂട്ടിയിട്ട് ചെറിയ സംഖ്യ കുറച്ചു. ഇവിടെ ചെയ്തത് ഒരു വലിയ സംഖ്യ ആദ്യം കുറച്ചു പിന്നീട് ചെറിയ സംഖ്യ കൂട്ടി. അപ്പൊ അങ്ങനെ ചെയ്താൽ എന്ത് കിട്ടുന്ന പറയുന്നത്? വലുതിൽ നിന്ന് ചെറുത് കുറച്ചാലും ഒരേ സംഖ്യ തന്നെ കിട്ടുന്നെന്ന് പറയുന്നത്. അപ്പൊ നോക്ക്, ഇവിടെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് തന്നിട്ടുള്ളത്. ഗോപുവിന്റെ പണപ്പെട്ടിയിൽ 110 രൂപയുണ്ട്.
പേന വാങ്ങാൻ 15 രൂപ എടുത്തു. 10 രൂപയ്ക്ക് പേന കിട്ടി. മിച്ചം വന്ന 5 രൂപ പെട്ടിയിലിട്ടു. ഇപ്പോൾ പെട്ടിയിൽ എത്ര രൂപയുണ്ട്? ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് മനസ്സിൽ കിട്ടിക്കാണും അല്ലെ? ഗോപുവിന്റെ പണപ്പെട്ടിയിൽ ആകെ എത്ര രൂപ ഉണ്ടായിരുന്നു? 110 രൂപയാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, 110 രൂപ 110 രൂപയായിരുന്നു ഉണ്ടായത്. അപ്പം പേന വാങ്ങാൻ വേണ്ടിട്ട് എന്ത് ചെയ്തു? 15 രൂപ അതിൽ നിന്ന് എടുത്തു. ആദ്യം 15 എടുത്തു. അപ്പൊ 110ന്റെ 15 പോയി കഴിഞ്ഞാൽ ബാക്കി 95 രൂപ ഇപ്പൊ എന്തുണ്ട്? പെട്ടിയിലുണ്ട്. 15 രൂപ എടുത്തില്ലേ പേന വാങ്ങാൻ? പിന്നെ എന്ത് ചെയ്തു? 15 രൂപ എടുത്തു, പക്ഷെ 10 രൂപക്ക് പേന കിട്ടി. അപ്പൊ 5 രൂപ എന്തായാലും ബാക്കി ഉണ്ടാവുള്ളൂ. ആ ഉള്ള പൈസ എന്ത് ചെയ്തു? പിന്നീട് തിരിച്ചു പെട്ടിയിലേക്ക് തന്നെ ഇട്ടു. അപ്പം നിലവിൽ പെട്ടിയിൽ ഇപ്പൊ 95 ഉണ്ട്. പിന്നെ ആ 15 രൂപയിൽ നിന്ന് 5 കൂടി ഇട്ടപ്പോ ഇപ്പൊ പെട്ടിയിൽ എത്ര രൂപയുണ്ട്? ഇപ്പൊ ആകെ 100 രൂപയായി. അപ്പൊ ഒന്നുകൂടി നോക്ക്. ആദ്യം പെട്ടിയിൽ ഉണ്ടായത് 110 രൂപയായിരുന്നു. പേന വാങ്ങിക്കാൻ അവൻ എന്ത് ചെയ്തു? 15 രൂപ എടുത്തു. അപ്പൊ ബാക്കി എത്ര ഉണ്ടാവും? അപ്പൊ 95 ഉണ്ടാവുക. ഇനി പേനക്ക് 15 ചെലവായോ? ഇല്ല, 10 മാത്രമേ ചെലവായുള്ളൂ. അപ്പം ആ 95ൽ നിന്ന് എന്ത് ചെയ്തു? 10 മാത്രമേ ചെലവായുള്ളൂ. 10 ചെലവായപ്പോ എന്ത് ചെയ്തു? ബാക്കി 5 രൂപ കാണുമല്ലോ. ആ 5 രൂപ തിരിച്ച് എവിടെ തന്നെ ഇട്ടു? പെട്ടിക്ക് തന്നെ കൊണ്ടിട്ടു. അപ്പൊ 95നോട് 5 കൂട്ടിക്കഴിഞ്ഞാൽ ഇപ്പൊ പെട്ടിയിലാകെ എത്രയുണ്ട്? 100. ഇവിടെ നോക്കിയേ, ആദ്യം വലിയൊരു സംഖ്യ കുറച്ചു, അതിനേക്കാൾ ചെറിയൊരു സംഖ്യ ഇവിടെ കൂട്ടി. നമ്മൾ കുറച്ച് മുന്നേ പഠിച്ച റൂളില് വലിയ സംഖ്യ കൂട്ടിയിട്ട് പിന്നീട് കുറക്കുകയായിരുന്നു. അപ്പൊ ഇങ്ങനെ ചെയ്താൽ എന്തിന് തുല്യമായിരിക്കും എന്നാ പറയാൻ നോക്കിയേ? വലുതിൽ നിന്ന് ചെറുത് കുറച്ചത് കുറച്ചാലും, ഇതിൽ നിന്ന് ഇത് കുറച്ചാലും ഒരേ സംഖ്യ തന്നെ കിട്ടും. നമുക്ക് നോക്കാം. അപ്പം ആദ്യം വലുതിൽ നിന്ന് ചെറുത് കുറച്ച് നോക്കാം. 15ന്റെ 15 കുറച്ചാൽ എത്രയാ? 15ൽ നിന്ന് 5 കുറച്ചാൽ എത്രയാ? 10 ആണല്ലോ അല്ലെ? അതായത് വലുതിൽ നിന്ന് ചെറുത് കുറച്ചു 10 കിട്ടി. എന്നിട്ട് ആ 10 എന്ത് ചെയ്യണം? ആദ്യം പൈസ ഉണ്ടായത്? 110 അല്ലേ ഉണ്ടായത്? 110 രൂപയിലെ പെട്ടിയിൽ ഉണ്ടായത്. ആ 110ൽ നിന്ന് ഈ കുറച്ചത് കുറക്കുന്നു. എത്ര വന്നത്? 100. നോക്കിയേ, ഇവിടെ 100, ഇവിടെ 100 അല്ലേ കിട്ടിയത്? അപ്പം എങ്ങനെ ചെയ്താലും ഉത്തരം തന്നെയാ, തുല്യമല്ലേ? അതായത് ആദ്യം ഒരു വലിയ സംഖ്യ കുറച്ച് ചെറിയ സംഖ്യ കൂട്ടി. അങ്ങനെ ചെയ്താൽ കിട്ടുന്ന ഉത്തരം ഏത് തുല്യമാണ്? ആദ്യം കുറച്ച സംഖ്യ കുറച്ച സംഖ്യയിൽ നിന്ന് വീണ്ടും ചെറിയ സംഖ്യ കുറക്കുക. അതിന് ഉത്തരം എന്ത് ചെയ്യുക? ഒന്നാമത്തിൽ നിന്ന് വീണ്ടും കുറക്കുക. അതാണ് ഇപ്പൊ നമ്മൾ പഠിച്ച റൂൾ. അത് ബീജഗണിതം ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ബീജഗണിതം എഴുതാൻ വേണ്ടി ഞാൻ ഇതൊന്ന് വായിക്കാണ്. ഇപ്പൊ നോക്കൂ. അപ്പൊ നമ്മളിവിടെ 3 സംഖ്യകളല്ലേ എടുത്തത്. അപ്പൊ അതുപോലെ ബീജഗണിതത്തിലും നമുക്ക് എന്ത് ചെയ്താം? എക്സും വൈയും സെഡും എന്നിങ്ങനെ 3 സംഖ്യകളെ എടുക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്ത എന്താ? ആദ്യം എക്സിൽ നിന്ന് വൈ കുറച്ചു അല്ലെ? എന്നിട്ട് എന്ത് ചെയ്തു? അതിനോട് സെഡ് കൂട്ടി. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്തപ്പോ അത് ഏതിന് തുല്യമാണ് എന്നാ പഠിച്ചത്? അത് ഏതിന് തുല്യമാണ്? അങ്ങനെ ചെയ്താൽ കിട്ടുന്ന ഉത്തരം, അതായത് എക്സ് എടുത്തു, അതിൽ നിന്ന് ആര് കുറക്കുന്നു? വൈയും സെഡും. ഈ 2 സംഖ്യകളും കുറച്ചു, എന്നിട്ട് അത് വീണ്ടും കുറക്കുക. അതിന്റെ ഉത്തരം വീണ്ടും കുറക്കുക. വൈ മൈനസ് സെഡ് എക്സിൽ നിന്ന് വീണ്ടും കുറച്ചു. അത് ആർക്ക് തുല്യമാണ്? എക്സ് മൈനസ് വൈ പ്ലസ് സെഡിന് തുല്യമാണ് അല്ലെ? 2 സ്ഥലത്ത് ഇവിടെ 100 അല്ലേ കിട്ടിയത്? ഇങ്ങനെ ചെയ്താലും കിട്ടുന്ന ഉത്തരവും ഇങ്ങനെ ചെയ്താൽ കിട്ടുന്ന ഉത്തരവും ഒന്ന് തന്നെ ആയിരിക്കും. ഓക്കെ, നമുക്ക് ഇവിടെ എന്ത് ചെയ്യും? പിന്നെ മറ്റൊരു കണ്ടീഷൻ കൂടി ഉണ്ട്. ഇവിടെ വൈ മൈനസ് സെഡ് എന്ന് പറയുന്ന സംഭവം കണ്ടോ? ഇവിടെ വൈ എപ്പോഴും വലിയതായിരിക്കണം. നോക്കിയേ, ഇവിടെ വൈ എക്സിന് ഇത് എക്സ്, ഇത് വൈ, ഇത് സെഡ്, അങ്ങനെയല്ലേ ഉള്ളത്? ഇവിടെ വൈ അല്ലേ വലുത്. അപ്പം ഈ കണ്ടീഷൻ നമ്മൾ അപ്ലൈ ചെയ്യണമെങ്കിൽ വൈ എപ്പോഴും എന്തായിരിക്കണം? വൈ സെഡിനേക്കാളും വലിയതായിരിക്കണം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ആൾജിബ്ര അല്ലെങ്കിൽ ബീജഗണിത നിയമം. എക്സ് വൈ സെഡ് എന്നിവ 3 എണ്ണൽ സംഖ്യകളാണെങ്കിൽ അത് വൈ സെഡിനേക്കാൾ വലുതുമായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏത് നിയമം അപ്ലൈ ചെയ്യാം? എക്സിൽ നിന്ന് വൈ കുറച്ച് സെഡ് കൂട്ടിയാലും എക്സിൽ നിന്ന് വൈ മൈനസ് സെഡ് കുറച്ചാലും എന്തെന്നെ ഉത്തരം കിട്ടുക? അത് തുല്യമായിരിക്കും എന്നാണ് നമ്മളിപ്പോൾ പഠിച്ച നിയമം. ഇതുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ് നമുക്ക് നോക്കാം. പേജ് നമ്പർ 100 നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട 101 നമുക്ക് പ്രവർത്തനങ്ങൾ തന്നിട്ടുണ്ട്. അത് ചെയ്ത് നോക്കാം.
ഇനി പേജ് നമ്പർ 101 പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം. 135 മൈനസ് 73 പ്ലസ് 23 ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഒന്നാമത്തേത്. നോക്കിയേ, എക്സ് മൈനസ് വൈ പ്ലസ് സെഡ് ആദ്യം കുറച്ചു പിന്നീട് കൂട്ടി. അങ്ങനെ ചെയ്താൽ എന്തിനു തുല്യം എന്നാണ് നമ്മൾ പഠിച്ചത്? അതായത് വൈയിൽ നിന്ന് സെഡ് കുറച്ചത് വീണ്ടും കുറക്കുക അല്ലേ? അപ്പൊ നോക്കാം, നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ഞാൻ ബ്രാക്കറ്റ് മാറ്റുകയാണേ. 135 ബ്രാക്കറ്റിന് പുറത്തെഴുതി. നമ്മളെ റൂൾ പ്രകാരം നമ്മളെ റൂൾ എന്തായിരുന്നു? എക്സ് മൈനസ് വൈ പ്ലസ് സെഡ് ഈക്വൽസ് എക്സ് മൈനസ് ഓഫ് വൈ മൈനസ് സെഡ്. ഇങ്ങനെയാണ് പഠിച്ചത്. അപ്പൊ അതിനെ നമുക്ക് മാറ്റി എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 135 മൈനസ് 73 മൈനസ് 23. ഓക്കെ, അപ്പൊ 135 കുറക്കണം. 73 മൈനസ് 23 എന്ന് പറയുന്നത് എത്രയാ? 50 വരും അല്ലെ? അപ്പൊ 135 നിന്ന് 50 കുറച്ചാൽ ഇനി എത്ര വരും? 5 13 5 കുറച്ചാൽ 8 അല്ലെ? 85 വരും. ഇനി അടുത്ത് നോക്കിയേ, 38 മൈനസ് 8.5 പ്ലസ് 1/2. ഇവിടെ നമുക്ക് അതുപോലെ ചെയ്യാം. ആദ്യം 38 അവിടെ വെച്ചു. 38 നിന്ന് 6 കുറക്കണം. 8.5യും 1/2യും തമ്മിൽ കുറച്ചത് കുറക്കണം. 8.5 മൈനസ് 1/2. ഓക്കെ, അപ്പൊ 38 കുറക്കണം. 8.5യിൽ നിന്ന് 1/2 കുറച്ചാൽ എത്രയാ? 8. 38ൽ നിന്ന് 8 കുറച്ചാലോ? 30. അപ്പൊ ആ ഉത്തരവും കിട്ടി. അടുത്ത നോക്ക്, 19 മൈനസ് 6.5 പ്ലസ് 2.5. 19 അവിടെ വെച്ചു. നമ്മുടെ റൂൾ പ്രകാരം 6.5ൽ നിന്ന് 2.5 കുറക്കണം അല്ലെ? അപ്പം 6.5ന്റെ അകത്ത് 2.5 കുറച്ചാൽ എത്ര വരും? 6.5ന്റെ അകത്ത് 2.5 കുറച്ചാൽ 4. 19ൽ നിന്ന് 4 കുറച്ചാൽ എത്രയാ? 15. ഇതാണ് ഉത്തരം. ഓക്കെ, ഈ നിയമം ഇത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു രൂപത്തിൽ തന്നത് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റിയിട്ട് ചെയ്യാവുന്നവയാണ് ഇത് തന്നിട്ടുള്ളത്. ഓക്കെ, ഇനി ബാക്കി 2 പ്രവർത്തനം കൂടിയുണ്ട്, അത് നോക്കാം നമുക്ക്. അടുത്തത് 135 മൈനസ് 35 മൈനസ് 18. അപ്പോൾ ഇത് ഏത് രൂപത്തിലാണ്? ഈ രൂപത്തിലാണല്ലോ ഉള്ളത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഇതിലേക്ക് മാറ്റി ചെയ്യാവുന്നല്ലേ എളുപ്പം. നോക്ക്, അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? 135 മൈനസ് 35 ഒരു ബ്രാക്കറ്റിലേക്ക് ഇടുന്നു. എന്നിട്ടോ ഇവിടെ എന്താ വരുക? അപ്പൊ പ്ലസ് ആകും. പ്ലസ് 18. അപ്പൊ നമ്മുടെ റൂൾ പ്രകാരം ഇവിടെ പ്ലസ് വരും. 135ൽ നിന്ന് 35 കുറച്ച് നമുക്കറിയാം 100 അല്ലെ? 100 പ്ലസ് 18. 100 പ്ലസ് 18 എത്രയാ? 118. ഇതല്ലേ എളുപ്പം. അടുത്തത് 240 മൈനസ് 40 മൈനസ് 13. ഇവിടെ എന്ത് വരും? ആദ്യം ഞാൻ എന്ത് ചെയ്യുന്നു? 240ൽ നിന്ന് 40 കുറക്കുന്നു. അതിനുശേഷം 13 എന്ത് ചെയ്യുന്നു? കൂട്ടുന്നു. അപ്പൊ നോക്ക്, 240ന്റെ അകത്ത് 40 കുറച്ചാൽ 200 പ്ലസ് 13. 200 പ്ലസ് 13 എത്രയാ? 213. ഇതാണ് ബാക്കിയുള്ള 2 പ്രോബ്ലംസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. പിന്നെ സമയം കുറച്ചായി, അരമണിക്കൂറിലധികമായി പോകും അല്ലെങ്കിൽ വീഡിയോയുടെ ലെങ്ത്. അടുത്ത റൂള് നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ പറയാം. അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്